സൺഡേ വിസിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒന്ന് പറയും, ഒന്ന് വില്ലൊന്ന് കറക്കണത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ് ദാറ്റ് യു ഫൈൻഡ് amongst people when it comes to wealth protection and succession, and when is the right time to decide on what to do with your wealth? സോ ആക്ച്വലി ഇപ്പോൾ കുറച്ചും കൂടി ആളുകൾ സീരിയസ് ആയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അറ്റ്ലീസ്റ്റ് ആളുകൾക്ക് അറിയാനുള്ള താല്പര്യം കൂടിയിട്ടുണ്ട് ഇത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ നേരത്തെ മാം പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും പെൺകുട്ടികൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കല്യാണം കഴിയുന്ന സമയത്ത് നമ്മുടെ ഒരു കേരളത്തിലത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ ഇസ് റിച്ചർ ദാൻ ബോയ്സ്. കാരണം അവർക്ക് എന്ത് പറഞ്ഞാലും കുറച്ച് സ്വർണ്ണമൊക്കെ കിട്ടും, പക്ഷേ അവർക്കത് മനസ്സിലാവണല്ലോ അവർ റിച്ച് ആണെന്നുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക വീട്ടിലും നമ്മൾ നോക്കണേ കല്യാണം കഴിക്കുന്ന ടൈമിൽ പെൺകുട്ടികളെ റിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് അത് മാനേജ് ചെയ്യാനുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യണതും എന്താണെന്ന് ഡോക്യുമെൻ്റ് ചെയ്തൊക്കെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ പ്രസൻറ്റേഷനിൽ തന്നെ ശ്രീത്ത് പറഞ്ഞതിൽ ഏറ്റവും ഇതായിട്ടുള്ള കാര്യം വെച്ചാൽ ഇന്ന് ഇത് കഴിയുമ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം വെച്ചാൽ രണ്ട് ആക്ഷൻ. ഒന്ന് നെറ്റ് വർത്ത് കാൽക്കുലേറ്റ് ചെയ്യുക, എത്രയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നെറ്റ് വർത്ത് പോസിറ്റീവ് ആണെങ്കിൽ നെറ്റ് വർത്ത് പോസിറ്റീവ് ആണെങ്കിൽ യു ഹാവ് എ വർക്ക് ടു ഡു. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് സ്റ്റാർട്ടിങ് അപ്പ് വിത്ത് ക്രിയേറ്റിംഗ് നോമിനേഷൻ, അറ്റ്ലീസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആർക്കാണ് പോണേന്ന് എഴുതി വയ്ക്കുക. ഇനി നെക്സ്റ്റ് ലെവലിൽ ബില്ല് എഴുതി വയ്ക്കുക. ഇനി അത് വെച്ചിട്ട് സൈസ് അനുസരിച്ചിട്ട് ആലോചിക്കുക ട്രസ്റ്റ് വേണോ വേണ്ടേ എന്നുള്ളത്. ഇനി അടുത്ത ആക്ഷൻ പോയിന്റ് എന്ന് വെച്ചാൽ ആ ട്രൂ ലെഗസിയുടെ വെബ്സൈറ്റ് ഒന്ന് കയറുക. എന്നിട്ട് നിങ്ങൾ ജെൻഡറൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കുക നിങ്ങളുടെ ഈ ഭാഗം എവിടേക്കാണ് പോണേന്നുള്ളത്. അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റിന് കുറച്ച് ആക്ഷനബിൾ ആവും. കാരണം ഇപ്പോൾ പല ആൾക്കാർക്കും അറിയാം ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടെന്നുള്ളത്, പക്ഷേ പലപ്പോഴും ഇത് മാറ്റിക്കൊണ്ടിരിക്കണം. എനിക്ക് ഒരു കേസ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചില കാരണന്മാരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ക്ലയൻറ്റ് യങ്ങാണ്, എൻ്റെ ഏജ് ഉള്ളൂ. പക്ഷേ ആളുടെ അച്ഛൻ ഏകദേശം അച്ഛന് 30 വയസ്സായപ്പോൾ തുടങ്ങിയിട്ട് ബില്ല് എഴുതിക്കൊണ്ടിരുന്നത്. ആൻഡ് അദ്ദേഹം തിരിച്ചും മറിച്ച് എഴുതിക്കൊണ്ടിരിക്കും എല്ലാ 10 വർഷവും കൂടുമ്പോൾ. അതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സ് റിച്ചാണ്. ആൻഡ് എല്ലാവരും എൻ്റയർ ഫാമിലി ഈസ് റിച്ച്. ആൻഡ് വാട്ട് ഹി ഹാസ് ഡൺ ഇസ് എ വെരി സ്മോൾ തിങ്. നമ്മുടെ നാട്ടിൽ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ ഒരാളാണ്. പക്ഷേ അദ്ദേഹം അത് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഒരാൾ പോലും ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. ആൻഡ് നോ കൺഫ്യൂഷൻ. ഇപ്പോൾ ഈ എൻ്റെ ക്ലയൻറ്റാണെങ്കിലും അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന് 2 സിസ്റ്റേഴ്സുണ്ട്. ഇവർക്ക് എല്ലാവർക്കും എന്താ പറയുക യാതൊരുവിധ ഡിസ്പ്യൂട്ടിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. സിസ്റ്റേഴ്സിന് എന്താണെന്ന് അപ്പോൾ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും കാശിൻ്റെ കണക്കൊക്കെ ഭയങ്കര കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ അച്ഛൻ ഇപ്പോഴും 90s ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴും പുള്ളി ചിലപ്പോൾ രണ്ടാമത് പറയാറുണ്ടെന്ന്, ഒന്ന് വില്ലൊന്നെടുത്ത്. അപ്പോൾ മക്കള് ആ സൺഡേ വിസിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒന്ന് പറയും, ഒന്ന് വില്ലൊന്ന് കറക്കണത്. അപ്പോൾ പിള്ളേർ പിന്നെയും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നും. ആൻഡ് പല ആൾക്കാർക്കും എൻ്റെ വീട്ടിലൊക്കെ ഉള്ള കുഴപ്പമില്ല, ഇതുവരെ അച്ഛൻ പറഞ്ഞിട്ടില്ല ബില്ലിൽ എന്താ എഴുതിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ സാധനം ഞാൻ എന്നും ബില്ലിനെ പറ്റി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അമ്മ പറയും അവൻ ബില്ലിനെ പറ്റി പിന്നെയും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എന്നോട് അച്ഛൻ പറയും ഞാൻ ബില്ലൊന്ന് രണ്ടാമത് എഴുതിയിട്ടുള്ളത്, പക്ഷെ അതിലെന്താണെന്ന് എനിക്കറിയില്ല ഈ സാധനത്തിലുള്ളത്. അപ്പോൾ ചില ഫാമിലിയിലെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇത് നിനക്കാണ്, ഇത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ടുണ്ടാവും. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ കമ്പനികളുടെ കേസിൽ ഒന്നുകൂടിയും പറയണമെന്നുണ്ടെങ്കിൽ പല കമ്പനികളും നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യം വെച്ചാൽ എൻ്റെ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്ന് പോകുമോ എന്നതിനെ പറ്റി അറിയില്ല. അറ്റ്ലീസ്റ്റ് അത് വിൽക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ അത് IPOയിലേക്ക് പോകാൻ തയ്യാറാവണം. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ഉള്ള ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടികളും മിടിക്കലുണ്ട് ഇതിനേക്കാൾ നന്നായി റൺ ചെയ്യാനായിട്ട്. പക്ഷേ നമുക്ക് ഒരു കമ്പനി ലിസ്റ്റ് ചെയ്ത് വെച്ചാലുള്ള ഗുണം വെച്ചാൽ ഈ സാധനം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പേപ്പർ എടുത്ത് വിൽക്കണ പോലെ വിൽക്കാം. ലിക്വിഡേറ്റ് ചെയ്യണം, ലിക്വിഡേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ വലിയ ബിസിനസ് ഉണ്ടാവും, 10 പൈസ ലിക്വിഡിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബിസിനസ്സുകാർ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ എൻ്റയർ ഫാമിലി ക്യാൻ ലീഡ് എ വെൽത്തി ലൈഫ് അഹെഡ്.